Hello, hi, Assalamu alaikum. Welcome to another video. നമ്മൾ ഇന്നൊരു വെറൈറ്റി പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സ്ട്രോബെറി വെച്ചിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ പുഡിങ്ങിന് ആദ്യം ചെയ്യുന്നത് സ്ട്രോബെറി ജെല്ലി പുഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് സ്ട്രോബെറി ആണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് സ്ട്രോബെറിയിൽ നിന്നും പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് പറയുന്നത്. അപ്പോൾ ഒരു കപ്പ് സ്ട്രോബെറി സിറപ്പാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ സ്ട്രോബെറിയുടെ ക്രഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് സ്ട്രോബെറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് ജെല്ലിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോബെറി ആദ്യം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്ട്രോബെറി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു കപ്പ് സ്ട്രോബെറിയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 കപ്പാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. സ്ട്രോബെറിയുടെ കളറൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് വരണം. അങ്ങനെ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ തന്നെ ആ സ്ട്രോബെറിയുടെ കളറാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്ട്രോബെറി നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് വെള്ളത്തിലോട്ടായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കാമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് അരിച്ച് മാറ്റിയിട്ട് നമുക്കതിൻ്റെ വെള്ളം മാത്രം മാറ്റിയെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് ഏകദേശം ഒരു കപ്പ് 1.25 കപ്പോളം ഉണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പുഡിംഗ് ആക്കി എടുക്കണം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെലാറ്റിൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജെലാറ്റിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ ചൈന ഗ്രാസ് ആദ്യം വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പം ഞാനിവിടെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ജെല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തം ഈ ഒരു പുഡിങ്ങിനായിട്ട് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. അതായത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. അതിൽ 5 ഗ്രാം നമ്മൾ സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കാനും 5 ഗ്രാം മിൽക്ക് പുഡിങ് ഉണ്ടാക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി ജെല്ലി ഒന്ന് ട്രയലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ട്രയലാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷേപ്പുകളിലുള്ള മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ട്രയലാണ് ഒഴിച്ചു വെക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പം പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്ന സമയത്തിന് അത് നന്നായിട്ട് സെറ്റായി കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ താഴെ വെച്ചാലും മതി. നന്നായിട്ട് സെറ്റ് ആവേണ്ട ഏകദേശം അതൊന്ന് സെറ്റായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് മിൽക്ക് പുഡിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലൊന്ന് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇനി ഇതേ സമയത്തിന് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ. ഇപ്പം ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാല് മെൽട്ടായി വന്നിട്ടുള്ള ചൈന ഗ്രാസിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് ഉള്ള ഗുണം എന്താ വെച്ചാൽ ചൈന ഗ്രാസ് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒന്ന് വേസ്റ്റ് ആവാതെ തന്നെ കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ നേരത്തെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോബെറിയുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം ഒന്ന് ഇത് റെഡി ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചൂടോട് കൂടി തന്നെ മിൽക്ക് പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. താഴെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഏകദേശം ഒരു 4 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അതുപോലെ തന്നെ 2 ടേസ്റ്റുകൾ കൂടിയിട്ടുള്ള ഒരു പുഡിംഗ് കൂടെയാണ്. ആ സ്ട്രോബെറിയുടെ ആ ഒരു പുളിപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ മിൽക്ക് പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.